நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்ணுறேன் சார். அப்படி பார்த்தாரு, இப்படி குத்துவேன், அப்படி பிடிப்பார். ജയിലർ അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺ നെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഈ കൊച്ചു വെളുപ്പാങ്കാലത്ത് ശ്രുതി മോളെ കിടക്കപ്പായെന്നെടുത്ത് നിന്റെ ഡാഡി എങ്ങോട്ടേക്കോ കൊണ്ടുപോകുന്നു. നീ ഇവിടെ കിടന്ന് മോങ്ങുന്നു. എന്നതാടി പ്രശ്നം? എവിടേക്കാടി കൊച്ചെ? ആ കൊച്ചിനെ നിന്റെ ഡാഡി കൊണ്ടുപോയത്? എനിക്കറിയത്തില്ല. നിനക്കെങ്ങനെ അറിയാതെ വരും? എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞില്ലേ. കൊച്ചിന് വല്ല അസുഖമാണോ? ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണോ? എനിക്കറിയത്തില്ല, അറിയത്തില്ല, അറിയത്തില്ല. ഓ, കുറെ രഹസ്യക്കാര്. തന്തയും കൊള്ളാം, മോളും കൊള്ളാം. അതാണിങ്ങനെ മുടിഞ്ഞ മുണ്ടക്കോലെടുത്ത് കൂമം കുത്തിയിരിക്കുന്നത്. അപ്പച്ചി, വെളുപ്പാൻ കാലത്തിരുന്ന് പ്രാകാതെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. ഞാൻ പോയിക്കൊള്ളാം. ശരി, എത്ര വലിയ രഹസ്യമാണെങ്കിലും അത് കണ്ടുപിടിക്കാൻ കാഞ്ചനയ്ക്ക് മിനിറ്റുകൾ മതി. മിനിറ്റുകൾ കാണും. അവളുടെ ഒരു രഹസ്യം. അയ്യോ, ഈശ്വര, ആമിനി കൊച്ചമ്മ. നല്ല വീടാണല്ലോ. എന്റെ ഗുരുകാരണവന്മാരെ, അപ്പൂപ്പന്മാരെ, പിതൃക്കന്മാരെ, ഈ ഭാമിനിയുടെ കൂടെ നിന്നോണേ. അമ്മച്ചി, കാശ് 120 രൂപ. തരും. അയ്യോ, പാർവതി, പാർവതി ഇങ്ങ് എന്താ വന്നിരിക്കുന്നത് നോക്കിയേ, നോക്കാം. അമ്മച്ചി, കാശ് അമ്മച്ചി, പോയിട്ട് വേറെ പണിയുണ്ട്. അഹങ്കാരം കണ്ടില്ലേ അവന്റെ? ചുമ്മാതല്ലടാ 4 വീലയിലോട്ട് പ്രൊമോഷൻ കിട്ടാത്തത്. നീയൊക്കെ ഈ 3 വീലുള്ള കുടുകുടു തള്ളത്തേ ഉള്ളൂ. ഓ, അതൊക്കെ ഞാൻ ചെയ്തോളാം. 100 രൂപ താ അമ്മച്ചി. ഓമച്ചതിന്റെ അല്ലെങ്കിൽ ചേച്ചി, ആ 100 രൂപ താ. ആരാച്ചാ? ആ ഭാമിനി കൊച്ചമ്മ അമ്മയുടെ ഏറ്റവും ഇളയ അനീത്തിയാ. 7 മക്കളിൽ ഏറ്റവും ഇളയത്. ഇന്നാ നിന്റെ 120 കുണുവാ. നിന്റെ വണ്ടിക്ക് വലിയ കുറവാ കേട്ടോടാ. ഓ, വലിവിനുള്ള മരുന്ന് ഞാൻ കൊടുത്തോളാം കേട്ടോ. എടാ, സൂക്ഷിച്ചു പാടാ. ഓ, വല്ല സൂപ്പർ ഫാസ്റ്റിനും അടവയ്ക്കാതെ. അല്ല, ഇവരെ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടൊന്നുമില്ലല്ലോ. എന്റെ പൊന്നുമോളെ ഒന്നും പറയണ്ട, അതൊക്കെ വലിയ കഥയാ. പണ്ട് കല്യാണ തീയതി കുറിക്കാൻ വന്ന ജോത്സന്റെ കൂടെ ഒളിച്ചോടിയ കക്ഷിയാ. ആ പുകഞ്ഞ കൊള്ളിയെ വീട്ടുകാരെ അന്നേ പുറത്താക്കി. മനോഹര, ആകെ ഒരു കണക്ഷനുള്ള എന്റെ അമ്മയായിട്ട് മാത്രമാ. കുഞ്ഞനിയത്തോട് വലിയ സ്നേഹവും വാത്സല്യവും. മനോഹര, എല്ലാ വർഷം ചോറ്റാനിക്കരെ അമ്മ മകൻ തൊഴാൻ പോകുമ്പോ ഈ കൊച്ചമ്മ കാണാറുണ്ട്. എടാ മനോഹര, അമ്മ എന്തെങ്കിലുമൊക്കെ കൊടുക്കും, കാശായിട്ട് സ്വർണ്ണമായിട്ടും ഒക്കെ കൈവച്ച് കൊടുക്കും. മനോഹര. അയ്യോ പാർവതി, വേൽമുരുകൻ ശൂലം കുത്തി. ഇതൊരു നടക്കി പോകത്തില്ല. ആരാ? അയ്യോ, ആ പിശാചിനെ കാണുന്നില്ലല്ലോ. അയ്യോ, അല്ല, പേടിപ്പിച്ചു. ഭാമിനി കൊച്ചമ്മയ്ക്ക് ബന്ധുക്കളായിട്ട് വേറെ ആരും ഇല്ലേ? കാര്യം എന്റെ അമ്മയുടെ അനിയത്തിയൊക്കെയാ. എന്നാലും എനിക്ക് ഇവരെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. കൊച്ചിയില് കടമക്കുടിയിലെ മറ്റോ വീടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്.
ഒന്നെനിക്കറിയാം, നല്ല ഒത്തൊരുമയുള്ള കുടുംബം. അതൊന്ന് കൊച്ചമ്മയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്താൽ മതി. 3-ാം പക്കം അത് 8 മുറി 4 അടുക്കളയുള്ള അപ്പാർട്ട്മെന്റ് ആക്കി മാറ്റും. നല്ല മുതല, ബെസ്റ്റ് കുഴിത്തുരുമ്പ. എന്നാലും ആരായിരിക്കും ഈ മുതല ഇപ്പൊ ഇങ്ങോട്ട് കിട്ടിയിടും? ഞാൻ തന്നെയാ ഭാമിനി അമ്മച്ചി ഇങ്ങോട്ട് വിളിച്ചത്. ഞാൻ തന്നെയാ മുത്തശ്ശിയുടെ കയ്യിൽ നിന്ന് ഭാമിനി അമ്മച്ചിയുടെ ഫോൺ നമ്പർ മേടിച്ച് ഇങ്ങോട്ട് വിളിച്ചത്. എന്നാ കുന്തത്തിനടി? കുന്തമാണോ കൊടച്ചക്രാണോ എന്നൊക്കെ വഴിയെ അറിയാം. എന്തായാലും ഭാമിനി അമ്മച്ചി മുത്തശ്ശി ഒന്ന് കാണട്ടെ. മനോഹര, ഭാമിനി അമ്മച്ചി, മോളെ, അമ്മച്ചി, മോളെ, നീ അങ്ങ് വളർന്ന് വലുതായി കല്യാണ പെണ്ണായി പോയല്ലോടി മോളെ. പണ്ട് വാലുമാക്രിയെ പോലെ ഇരുന്ന കൊച്ച. ഭാമിനി അമ്മച്ചി, ഇത് മനസ്സിലായി മനസ്സിലായി. ഇതല്ലേ നീ കെട്ടാൻ പോകുന്ന അർജുനൻ? അയ്യോ, അർജുനല്ല, ശരത്ത്. ശരത് കുമാർ എങ്കിൽ ശരത് കുമാർ. പറഞ്ഞു വരുമ്പോ എന്റെ കൊച്ചുമോൻ. അയ്യോ, പൊത്തക്കോല് പോലെ അങ്ങ് പൊക്കമാണല്ലോടാ കൊച്ചു നിനക്ക്. ആണുങ്ങൾക്കേ നീളൊരു അലങ്കാരോ. ആളി കുറുകനെ നമ്പാൻ പറ്റത്തില്ലെന്നാ. എന്തായാലും പുലിമടയിലേക്ക് പോ. അയ്യോ, എന്റെ വല്യക്കൻ എന്തേടി മോളെ? മുത്തശ്ശിക്ക് എടുക്കോ? അയ്യോ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. പറഞ്ഞു. വല്യക്കാ, വല്യക്കാ, വല്യക്കോ, വല്യ മനോഹര. എടാ മനോഹര, എടാ മനോഹര, നീ എന്തുവാടാ ഇങ്ങനെ ഒരുമാതിരി ഇടിവെട്ടി പോലെ നിൽക്കുന്നേ? ഇടിവെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ കൊച്ചമ്മേ. അയ്യോ, നിന്റെ മുടിയെല്ലാം എവിടെ പോയടാ? എന്തു പറ്റി? അത് ഞാൻ ഈ ശരീരഭാരം കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് മുടിയെല്ലാം അങ്ങ് വടിച്ചു കളഞ്ഞതാണ്. ഈ ഗുസ്തിത്താരങ്ങളൊക്കെ ചെയ്യുന്നില്ല അതുപോലെ. അതൊന്നും അല്ല, പാർവതിയുടെ അല്ലേ പരിചരണം. എവിടെയാവള്? അകത്തുണ്ട്, പുട്ടുണ്ടാക്കുക. ഇതെന്തു പറ്റി മനോഹര? അവള് നിനക്ക് പോഷകാഹാരമൊന്നും തരുന്നില്ലായിരിക്കും. അത് ശരിയാ കൊച്ചമ്മേ. ഈ അടുക്കളയിലെ കഞ്ഞി വാർക്കുമ്പോഴേ പാർവതി പോഷകഗുണമല്ല ഈ കഞ്ഞിയുടെ കൂടി അങ്ങ് ഊറ്റിയെടുക്കും. പിന്നെ എനിക്ക് തരുന്നത് വെറും പിശുടാ, പിശുട്. എന്തുവാടാ നീ നോക്കുന്നേ? അല്ല, കൊച്ചമ്മയുടെ കൂടെ ഈ കുതിരപ്പടയാളികളോ പീരങ്കിപ്പെട്ടാളോ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയതാ. സാധാരണ അങ്ങനെയാണല്ലോ പതിവ്. പ്രായം ഇത്രയായിട്ട് നിന്റെ ആ ചൊറിയുന്നാക്കിന് മാറ്റമൊന്നും ഇല്ലല്ലോടാ. അത് പിന്നെ പഴകിയാലും പട്ട് പട്ട് തന്നെയല്ലേ കൊച്ചമ്മേ. വല്യക്കാ, വല്യക്കാ, വല്യക്കാ. ആഹാ, നീ ഇവിടെ കയറി പാത്ത് നിൽക്കുവായിരുന്നല്ലേടി? നീ ഇവന് തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കുന്നില്ലേടി? കണ്ടില്ലേ അവന്റെ കോലം? ഇങ്ങോട്ട് മാറുന്നേ. ഇവളാണല്ലേ നമ്മുടെ ചെറുക്കന്റെ ഉയരെടുത്ത് ഉണ്ടക്കണ്ണി.